ഗാരേജിൽ അവിടെ കൊണ്ടുപോയിട്ട് മാറ്റിയിടണം. ഇന്നിനിപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളാണ്. ഇപ്പോൾ ബാറ്ററി വാങ്ങിക്കാനായിട്ട് യൂറോ കാർ പാർട്സ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നൊരു 3.5 മൈലുണ്ട്, ഒരു 10 മിനിറ്റ് എത്തും. രാവിലെ തന്നെ ബ്ലോക്കാണ്. ഈ ബാറ്ററിയുടെ കേസ് 1-2 മാസം മുമ്പ് ഞാൻ ഒരു 2 ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇരുന്ന് പിന്നീട് സ്റ്റാർട്ട് ചെയ്ത സമയത്തിൽ ഓഡോമീറ്ററിൻ്റെ റീഡിംഗ് ഒക്കെ റീസെറ്റ് ആയിരുന്നു. 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അന്ന് വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവും, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണല്ലോ, വേറെ എന്തെങ്കിലും ആവും എന്ന് വിചാരിച്ചിട്ട് അന്ന് പിന്നെ സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് മൈൻഡും പോയില്ല. പിന്നീട് കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എന്താ പറയുക ഡെലിവറി ജോബ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്നലെ അതുമായി ഡെലിവറി ഉണ്ടായിരുന്നു. അതിന് പോയി അവിടെ നിന്ന് ഐറ്റംസ് എടുത്തിട്ട് ഇപ്പോൾ അവിടെ നമ്മൾ യാർഡിൽ കയറുമ്പോൾ എന്താ പറയുക ഹസാഡ് ഓണാക്കിയിടണം. ഇന്നലെ അങ്ങനെ പോയി ഹസാഡൊക്കെ ഓണാക്കിയിട്ടു. സാധനം എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് മുമ്പ് കാണിച്ചായിരുന്നത് ബാറ്ററിയുടെ പ്രശ്നത്തിലായിരുന്നെന്ന്. അങ്ങനെ ഫ്രണ്ടിനെ വിളിച്ചു. ഫ്രണ്ട് വന്ന് ജമ്പർ കേബിളൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ പോയിട്ട് ബാറ്ററി മാറ്റാന്ന് വെച്ചു. കാരണം ഇനി അല്ലെങ്കിൽ എപ്പോഴാണ് പണി കിട്ടാന്ന് അറിയില്ല. ഇന്നലെ പുള്ളിക്ക് വരാൻ പറ്റിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവിടെ നിന്ന്. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാന്ന് ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് ബാറ്ററി വാങ്ങിച്ചത് മാറ്റിയിടണം. ഇപ്പോൾ രാവിലെ ഏകദേശം 9:15 ഓഫീസ് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫുള്ള് ബ്ലോക്കും റോഡ് മൊത്തം സിഗ്നലുമായിട്ട് 3 മൈൽ പോകാനായിട്ട് 15 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇന്നലെ ഓൺലൈൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 50 പൗണ്ടിന് താഴെയാണ് ബാറ്ററിയുടെ റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. അതിപ്പോൾ ഈ വണ്ടിയിൽ ഒരു ഇത് പറയുന്നുണ്ട്, സൈസും കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നറിയില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സൈറ്റിൽ പറയുന്നത്. ഇപ്പോൾ അവിടെ പോയി ചോദിച്ച് ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടി വരും, സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മറ്റേ ഗോപ്രോയിലാണ്. അത് ഒറ്റയ്ക്ക് തന്നെ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ എടുക്കുന്നത്. ഫോണിലെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിലെടുക്കുന്നത്. പക്ഷേ വണ്ടി ഓടിക്കണതിൻ്റെ ഇടയിൽ ഇതിലെടുക്കുമ്പോഴും അത് എത്രത്തോളം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അത് വിഷ്വല് വരണേന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചിലപ്പോൾ ഫുൾ ഷെയ്ക്കായിരിക്കും. വീട്ടിൽ നിന്നിട്ട് നോക്കിയിട്ട് നോക്കണം എന്തായാലും. പിന്നെ എങ്ങനെയായാലും ഷെയ്ക്കാണെങ്കിലും എന്താണെങ്കിലും പോസ്റ്റ് ചെയ്യാൻ തന്നെ വിചാരിക്കണം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് തന്നെ എടുത്ത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതൊക്കെയാണ് ചെയ്തു തരുന്നതെന്നൊക്കെ ഉള്ളൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. പിന്നെ ഫോണിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിന്നിട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇത് പിന്നെ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളല്ലോ, ആർക്കും ശല്യമില്ല. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് തന്നെ എടുത്ത് കാണും ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 1/2 മൈലും കൂടി ഉള്ളൂ. ഞാൻ മുമ്പ് ഒരിക്കൽ ഇവിടുന്ന് എന്തോ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്, എന്താണെന്നിപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടണില്ല. അത് അന്ന് വന്നപ്പോൾ കുറേ തപ്പി പിടിച്ചിട്ടാണ് വന്നത്. ഞാൻ വണ്ടി എടുത്ത് അധികമായിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ചിട്ട് അത്രയും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അത് കാരണം ഗൂഗിൾ മാപ്പ് നോക്കി ഓടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കിടിലായി എന്നല്ല പറയണേ, ഇപ്പോഴും കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ. എന്താ പറയുക, മോട്ടോർ ഓയിലൊക്കെ പോകുമ്പോൾ എക്സിറ്റ് മാറിപ്പോവും. പിന്നെ കണ്ടുപിടിച്ചു അതിൻ്റെ ഉള്ളിലാണ്. ഇനി വണ്ടി ഇതിൻ്റെ ഇടയിൽ കൊണ്ട് പാർക്ക് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ. ഓക്കേ, അങ്ങനെ ഇവിടെ എത്തി. ഇനി പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് സാധനം വാങ്ങിക്കട്ടെ. അങ്ങനെ ബാറ്ററി വാങ്ങിച്ചു. എത്രയാണ്? 4687.
ഓക്കെ, ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഡെലിവറിക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൊണ്ടുപോയതിലൊരു സാധനം റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ യാർഡിൽ പോയിട്ട് ആ ഒരു ഐറ്റം റിട്ടേൺ ചെയ്യണം. അത് നമ്മൾ ഡെലിവറി എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ 10 മണിക്ക് മുമ്പ് റിട്ടേൺ ചെയ്യണം അത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ആമസോണിൻ്റെ യാർഡിലേക്ക്. ഇവിടെ നിന്നൊരു 6 മൈലുണ്ട്, 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന കാണിക്കുന്നത്. ബാറ്ററിയുടെ കേസ് പറഞ്ഞില്ലല്ലോ. ബാറ്ററി വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ പല ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതൊരു അത്ര വലിയ ബ്രാൻഡൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ, അപ്പോൾ വലിയ ഉള്ളതിൻ്റെ വില കുറവിൻ്റെ നോക്കിയിട്ട് വാങ്ങിച്ചത് 46 സംതിങ് ഉള്ളത്. പിന്നെ എക്സൈഡിൻ്റെ ഇട്ട് അതിന് 62 എന്താണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 80, 100 അങ്ങനെ കയറി പോകുന്ന ഇതുകളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ വെള്ളയിലേറ്റം കുറഞ്ഞത് കംപ്ലൈൻ്റ് ഒന്നും വരില്ല എന്ന് വിചാരിക്കണം. ഇനി ഇവിടെ UK ഇപ്പോൾ സമ്മറാണെന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. കഴിഞ്ഞ ആഴ്ച സമ്മറായിരുന്നു, എന്താ പറയുക, നല്ല ചൂടായിരുന്നു. 31 ഡിഗ്രി വരെയൊക്കെ ചൂട് വന്നിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് സമ്മർ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, കുറച്ച് നേരം വെയിലുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ മഴ തുടങ്ങും. ഇന്നലെ ഡെലിവറിക്ക് പോയ സമയത്ത് എത്ര പ്രാവശ്യം അറിയാം മഴ പെയ്ത്. അതിനിടയിൽ വെയിൽ വരും. വെയിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണും എന്താ പറയുക, കണ്ണും കാണില്ല, കണ്ണിലേക്ക് അങ്ങമാതിരി വെയിലടിക്കുക, കണ്ണും കാണില്ല, നല്ല പൊള്ളലും. ഇത് എന്നിട്ട് ഇടയ്ക്ക് വെച്ച് മഴയും പെയ്യും. കറക്റ്റ് എന്താ പറയുക, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ഗംഭീര വെയിലുമായിരിക്കും. സാധനം കൊടുക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് ഗംഭീര മഴയും. അതാണെങ്കിൽ ആ ഒരു 2 മിനിറ്റ്, അത് ആ ഒരു 2-3 മിനിറ്റുള്ള മഴയെ പെയ്യുള്ളൂ. പക്ഷെ അത് നല്ല ശക്തിയിലായിരിക്കും. അത് മതി നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് നനഞ്ഞു പോരാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വെയിലായിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ. അങ്ങനെ മാറി മാറി കളിക്കുക. സമ്മർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കളിക്കുക എന്നുണ്ട്. അങ്ങനെ ഗേറ്റ് തുറക്കാത്തവിടെ ആരും ഇല്ലേ? വർത്താനം പറഞ്ഞിട്ട് അവിടെ നിൽക്കേണ്ട ആള് റിട്ടേൺ ചെയ്യാൻ പറ്റിയ ഫോൺ സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. വേറെ പണി പ്രശ്നങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് പരിപാടി. ഇനിയിപ്പോൾ നേരെ ഇതാണ് യാർഡ്. ഇനിയിപ്പോൾ നേരെ വണ്ടിയുടെ ബാറ്ററി മാറ്റുന്നിടത്തേക്ക് പോകണം. ഓക്കെ. There is also a bonus on top of that. There's also a signing on bonus, but because of your experience, അതിൻ്റെ ഇടയിലൊരു ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടായിട്ട് ഒരു കോൾ വന്നതാണ്. അത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. പലയിടത്തും റേഞ്ചില്ല. ഇന്നലെ പലതും എനിക്ക് ക്ലിയർ ആവും. ഒന്നാമത്തെ ഡ്രൈവിങ്, ഇപ്പോൾ അതിപ്പോൾ ഏത് സിമ്മാണെങ്കിലും ഡ്രൈവിങ്ങിൽ റേഞ്ച് ഇഷ്യൂ വരും. പിന്നെ പോരാത്തതിന് ഫോണും എന്താ പറയുക, ഡ്രൈവിങ്ങും ഫോണിൽ കൂടെയുള്ള സംസാരവും നമുക്ക് അതങ്ങോട്ട് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന്. അപ്പോഴേക്കും 5 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വിളിക്കാമല്ലോ എന്ന് വെച്ചു. ഓൾമോസ്റ്റ് എത്തി. ഇപ്പോൾ ലോങ് ടേണിലാണ്. ലോങ് ടേൺ മിക്കവാറും വീഡിയോ മൊത്തം ഷെയ്ക്ക് ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ് വരണേന്ന് ഒരു ഐഡിയ ഇല്ല.
ഇവിടുത്തെ എന്തൊരു ക്ലിപ്പ് പോയിട്ടുണ്ട്. ഒരു ദിവസം റിവേഴ്സ് ചെറുതായിട്ടൊന്ന് മുട്ടിയതാ. ഇത് കുറച്ച് ഇത്രയും കാലം ഇങ്ങനെ സീനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് എന്താ ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് പ്ലേറ്റിലാണോ വണ്ടി ഓടുന്നത്? ആ, ഞാൻ അങ്ങനെ ബാറ്ററി മാറ്റിയിട്ടു. ഇനി നേരെ വീട്ടിലേക്ക്. ഞാൻ മുമ്പ് വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന പണികളൊക്കെ വേറെ ഒരിച്ചിൽ കൊടുത്തിട്ട് ചെയ്തായിരുന്നത്. അവിടെ കുറച്ച് റേറ്റ് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നീടാണ് ഈ ചേട്ടനെ പരിചയപ്പെട്ടത്. പുള്ളി വലിയ മറ്റവർ പറയുന്ന അത്രയ്ക്ക് ഒരു റേറ്റ് പുള്ളി പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ പിന്നെ സ്ഥിരം ആളുടെ അടുത്തേക്ക് സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വരുമ്പോൾ. ഇതിന് മുമ്പ് എനിക്ക് ഈ ചേട്ടൻ പരിചയപ്പെട്ടത് വലിയൊരു പണി കിട്ടിയ സമയത്താണ്. വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എന്താ പറയുക, ഇതേമാതിരി ഡെലിവറിക്ക് പോയതൊരു ദിവസം. ഡെലിവറിക്ക് പോയിട്ട് തിരിച്ചു വരുന്നായിരുന്നു. അത് ആ വിൻ്റർ ടൈമിലായിരുന്നു. സ്നോഫോളൊക്കെ ആയിട്ട് സ്റ്റിയറിങ്. അപ്പോൾ അതെന്ത് പറ്റിയെന്ന് ഞാൻ വീൽ അലൈൻമെൻറ്റ് പോയിണ്ടാവും എന്നൊക്കെ വിചാരിച്ച് വന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ വീടിൽ പോകുമ്പോൾ 70-ലൊക്കെ പോണ സമയത്ത് 70-ന് മേലേക്ക് പോകുമ്പോഴാണ് വൈബ്രേഷൻ ഉണ്ടായിരുന്നത്. വീൽ അലൈൻമെൻറ്റ് പോയതായിരിക്കും. നെക്സ്റ്റ് ഡേ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്ന് വണ്ടി അവിടെ വന്ന് പാർക്ക് ചെയ്തു. വീട്ടിൽ വന്ന് പാർക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ഞാൻ നോക്കിയപ്പോൾ ടയറ് പഞ്ചറായി കിടക്കണം. അപ്പോൾ പിന്നെ പഞ്ചറാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് നോക്കിയപ്പോഴാണ് ടയർ ഒരു 90% പൊളിഞ്ഞ രീതിയിലൊക്കെ നിൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടയർ പൊട്ടിയില്ല. പൊട്ടിങ്ങ എന്താണ്ടാവാതെ എനിക്കൊരു ഐഡിയ ഇല്ല. എന്തോ ഭാഗ്യം ടയർ പൊട്ടിയില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എന്നിട്ട് പിന്നെ അന്ന് തന്നെ പോയിട്ട് ആ ടയറും മാറ്റി. പിന്നെ ഫ്രണ്ടിലത്തെ ടയറായിരുന്നു അത്. ആ ഒരു ടയറും മാറ്റി. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ടയറും ഓൾമോസ്റ്റ് പോകാറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ടയർ അങ്ങനെ മാറ്റി. പിന്നെ വണ്ടിക്ക് വരുന്നൊരു പണി ഇപ്പോൾ ഇതാണ്, ബാറ്ററിയുടെ ഒരു ഇഷ്യൂ. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും പുതിയൊരു പണി വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കണം. പറയാൻ പറ്റിയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 1 ലക്ഷത്തിന് മേലെ ഓടിക്കഴിഞ്ഞു. അപ്പോൾ ഏത് നിമിഷവും എന്തെങ്കിലുമൊക്കെ പണി കിട്ടേണ്ടതാണ്. അറിയില്ല ഇനിയിപ്പോൾ അടുത്ത പണി എപ്പോഴേക്കാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വഴിയൊക്കെ ഞാൻ നടന്നുകൊണ്ട്, ഇപ്പോൾ ഞാൻ ഇവിടെ അടുത്താണ് താമസിച്ചാറുള്ളത്. അപ്പോൾ നടന്നിട്ട് കോളേജിൽ പോയിരുന്ന വഴികളാണ്. ഇതാണ് ഞാൻ പഠിച്ച കോളേജല്ല യൂണിവേഴ്സിറ്റി. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല ദൂരെ താമസിച്ചിട്ട് 1/2 മണിക്കൂർ നടന്നിട്ടാണ് ഇവിടെ വന്നിരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണിത്. ഇതാണെങ്കിൽ 2 സൈഡിലും പാർക്കിങ്ങും വെച്ച് വണ്ടി ജാമായി. ഇപ്പം എങ്ങനെ കയറും? ഓക്കേ, 2 സൈഡിലും പാർക്കിങ് ഇവിടുത്തെ കൗൺസിലുകാരെ അനുവദിച്ചിട്ട്
ബാക്കിയുള്ളവർ വീട്ടിൽ കയറുന്ന നേരത്ത് വണ്ടി എടുക്കാനും ഗ്യാപ്പ് ഉണ്ടാവില്ല. ചെറിയ റോട്ടിൽ ഒരു സൈഡിൽ മാത്രം പാർക്കിംഗ് കൊടുക്കും. ഈ ഒരു കാണുന്ന വലിയ റോഡ് അല്ല, ആ ചെറിയ റോഡിൽ രണ്ട് സൈഡിലും പാർക്കിംഗ് കൊടുക്കും. ഈ കാണുന്ന വലിയൊരു റോഡിൽ, റോഡല്ല, ഇവിടെ ഒറ്റ സൈഡിൽ മാത്രമേ പാർക്കിംഗ് സമ്മതിക്കുള്ളൂ. അതും പൈസ കൊടുത്താലേ പാർക്കിങ്ങിനുള്ള പെർമിറ്റും കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അപ്പുറത്തെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫൈൻ അടിക്കും. എനിക്കങ്ങനെ ഒരു 2 പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്.